ഏട്രിയം എനർജീസ് എന്ന പടന്ന ഗണേഷ് മുക്കിലുള്ള പെട്രോൾ സ്റ്റേഷന്റെ ഉദ്ഘാടന ദിവസമാണ്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ കൂടിയായതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വരവിനായി കണ്ണും നട്ടിരിക്കുകയാണ് കേട്ടോ, കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം വരും എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ അഥവാ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ ഏട്രിയം എനർജീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം തന്നെ അദ്ദേഹത്തെ നമ്മൾ ബൊക്കെ നൽകി വെൽക്കം ചെയ്തു. പിന്നെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അദ്ദേഹം അകത്തേക്ക് കയറി വരികയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അദ്ദേഹം വിശദമായി പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ നാടിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പി കുഞ്ഞികൃഷ്ണ മാസ്റ്ററിനെയും അദ്ദേഹം കണ്ട് പരിചയം പുതുക്കിയിട്ടോ ഇവിടുന്ന്. പിന്നെ എൻ്റെ ബ്രദറിനെയും ഫാദറിനെയും മദറിനെയും ഒക്കെ നന്നായി പരിചയപ്പെട്ടു. ഇനിയാണ് നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഓഫ് ഏട്രിയം എനർജീസ്. അദ്ദേഹം ആ കർമ്മം നിർവഹിച്ചു. പിന്നെ ഏട്രിയം എനർജീസിന്റെ വകയുള്ള ചെറിയ ഉപഹാരം എൻ്റെ ബ്രദർ അദ്ദേഹത്തിന് കൈമാറി. പിന്നെ അദ്ദേഹം നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ മൊത്തത്തിൽ ഒന്ന് കറങ്ങി കണ്ടു. മുകളിലത്തെ ഓഫീസ് റൂമിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി പരിചയപ്പെടുന്നത്. നല്ല ഒരു മനുഷ്യനാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോഴും. പിന്നെ എൻ്റെ മോനെയും അദ്ദേഹം പരിചയപ്പെട്ടു. അവൻ്റെ വേൾഡ് ടൂർ വിശേഷങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇതൊക്കെ എൻ്റെ ലൈഫിലെ വെരി പ്രീഷ്യസ് മൊമെന്റ്സ് ആണ് കേട്ടോ. എൻ്റെ മോനും ഇതൊക്കെ വലുതായ കാണിച്ചു കൊടുക്കാലോ. പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വിൽദാൻ മോൻ്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്തു, അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. എനിക്കതൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ. എൻ്റെ ലൈഫിലെ ഹാപ്പി മൊമെന്റ്സ് ആണ് ഇതെല്ലാം. കാരണം നമ്മുടെ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടിരുന്ന ആളല്ലേ ഇപ്പൊ നമ്മുടെ തൊട്ടു മുന്നിൽ നിൽക്കണത്. ഇതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? എനിക്കെന്തായാലും പറ്റില്ല കേട്ടോ. ഇന്ത്യൻ ഓയിലിന്റെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ. ഒരുപാട് ദൂരെ നിന്നാണ് ഇവരെല്ലാവരും വന്നത്. അവരെ എല്ലാവരെയും സുരേഷ് ഗോപി സാർ നന്നായി പരിചയപ്പെട്ടു. നമ്മുടെ പെട്രോൾ സ്റ്റേഷനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. അവരുടെ കൂടെ കുറച്ചു നേരം ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഗ്രാൻഡ് മദറിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടോ. കണ്ടോ ക്രൗഡ്, ഇത്രയും ആൾക്കൂട്ടം അദ്ദേഹത്തെ, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറിനെ ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ തിങ്ങി നിൽക്കുന്നത്. ഇതിനിടയിൽ കൂടെ നമ്മുടെ ഏട്രിയം എനർജീസിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം മടങ്ങുകയാണ്. പടന്നയുടെ മണ്ണിൽ നിന്നും അദ്ദേഹം തിരികെ പോവാണ് കേട്ടോ. അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ ഒരുപാട് ദൂരെ നിന്ന് വരെ ഒരുപാട് ട്രാഫിക് ജാമിലൊക്കെ പെട്ട് കുറെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായി വാഹനങ്ങൾക്ക് ഫ്യൂൽ ചെയ്ത് കൊടുത്തത് ഇന്ത്യൻ ഓയിൽ ഓഫീസറാണ്. അദ്ദേഹത്തിനും ഒരുപാട് നന്ദി. ഒരുപാട് ദൂരെ നിന്ന് വരെ ഈ ഇവന്റിൽ പങ്കെടുക്കാൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് തന്നെ എത്തിയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ഈ ലോഞ്ചിങ് ഓഫർ ഉണ്ടല്ലോ, ജാനുവരി 1 വരെ ഉണ്ട് കേട്ടോ. അതുവരെ ഇവിടുന്ന് ഫ്യൂൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂപ്പൺ ലഭിക്കുന്നതാണ്. ആരും ആ കാര്യം മറക്കരുത് കേട്ടോ. ഏട്രിയം എനർജീസിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷന്റെ മുഖ്യ അതിഥിയാണ് എം രാജഗോപാലൻ MLA. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ വാപ്പ അദ്ദേഹത്തെ നമ്മുടെ ഈ ഏട്രിയം എനർജീസ് പെട്രോൾ സ്റ്റേഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ പെട്രോൾ സ്റ്റേഷനൊക്കെ അദ്ദേഹം നടന്ന് കണ്ടു. മുകളിലത്തെ ഓഫീസിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ വേൾഡ് ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ പടന്ന പഞ്ചായത്തിന്റെ വക ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പൊ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി, എന്നെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഏട്രിയം എനർജീസിന്റെ ഇനോഗ്രേഷൻ ദിവസത്തെ വിശേഷങ്ങൾ. ഇനി ഇത് നിങ്ങൾക്ക് സ്വന്തമാണ് കേട്ടോ.